ഫാമിൻ്റെ അപ്ഡേറ്റ് ഒന്നും ആയില്ലെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഫാം തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 ഇയേഴ്സായി. 2016 ലാസ്റ്റോടെയാണ് തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയത് ഗിർ പശുക്കളുടെ ഒരു എക്സ്ക്ലൂസീവ് ഫാം എന്നുള്ള രീതിയിലായിരുന്നു. കുറച്ചധികം പശുക്കളുണ്ടായിരുന്നു, 25ഓളം പശുക്കളുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഈ പശുക്കൾക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. എപ്പോഴും കറക്കാൻ ചിലവരും ബുദ്ധിമുട്ടായിരിക്കും, ചിലവർക്ക് പാല് കുറവായിരിക്കും, ചിലവരുടെ ഫീച്ചേഴ്സ് കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെ കുറച്ച് കൊണ്ടുവന്ന് ഒരു 5 എണ്ണത്തിലെത്തി. പിന്നെ അതിൻ്റെ അടുത്ത തലമുറകളായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പുതിയതായിട്ട് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 5 കൊല്ലമെങ്കിലും ആയി. ഇതിൻ്റെ ഇടയിൽ തോന്നിയൊരു ഇഷ്ടമായിരുന്നു പൂങ്ങന്നൂർ പശുക്കളോട്. അങ്ങനെ ഒരു പൂങ്ങന്നൂർ പശുവിനെ കൊണ്ടുവന്നു. ഇപ്പം അതിൻ്റെ ഒരു 3-4 എണ്ണം ഉണ്ട്. അതും അധികം ഒന്നും എണ്ണം കൂട്ടാറില്ല. നമ്മൾ ഏറ്റവും നല്ലതിനെ വെക്കുക, ഇച്ചിരി ഫീച്ചേഴ്സ് മോശമാവുന്നതോ പാല് കുറയുന്നതിനൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇത് ഞാൻ ആദ്യം മേടിച്ച പൂങ്ങന്നൂർ പശുവിൻ്റെ കുട്ടിയാണ്. ഇവളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 പ്രസവിച്ചു. ഇത് 3ാമത്തെ പ്രസവമാണ്. 3ാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് ആ ചെറുത്. ഒരു നല്ല ഇനം, നല്ല എല്ലാ ക്വാളിറ്റിയുള്ള ഒരു പശുവായിട്ട് വിചാരിക്കുന്നു. പാല് നല്ലപോലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു പൂങ്ങന്നൂർ ഒരു 2.5 ലിറ്ററൊക്കെ ഒരു നേരം തരുന്ന, ഇത്രയും ചെറിയൊരു പശുവായിട്ട് തന്നെ 2.5 ലിറ്റർ ഒരു നേരം തരുന്ന, കറക്കാനും ബുദ്ധിമുട്ടില്ല, ഒരു നല്ല ഇനം. നമുക്കിനി ബാക്കിയുള്ള പൂങ്ങനിലോട്ടും കൂടെ ഒന്ന് പോവാം, എന്നിട്ട് നമുക്ക് ഗിറിലോട്ട് പോവാം. ഇത് നമ്മുടെ താർപ്പാർക്കറിൻ്റെ കിടാവുണ്ട്. എനിക്ക് ഒരു താർപ്പാർക്കറേ ഉള്ളൂ. എനിക്ക് പക്ഷേ പശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതും നല്ല പാലാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത്, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് താർപ്പാർക്കറിൻ്റെ പാലാണ് ബെസ്റ്റ്. ഇപ്പോൾ പൂങ്ങന്നൂർ ഫസ്റ്റ് കയറി, സെക്കൻഡാണ് താർപ്പാർക്കർ, തേർഡാണ് ഗിർ. ഇത് താർപ്പാർക്കറിൻ്റെ കിടാവാണ്. ഇത് നമ്മുടെ ഗിറിൻ്റെ ഇപ്പം പ്രസവിച്ചതാണ്. അതിപ്പോൾ ഒരു 1.5 മാസമായതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പൂങ്ങന്നൂരിൻ്റെ കിടാവും ഉണ്ട്. ഇതിപ്പോൾ ഒരു 1.5. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര പാടാണ്. ഇനി ഈ പേടിയുള്ള പശുക്കൾ ഇനി പ്രസവിക്കുമ്പോൾ ഭയങ്കര പാടാവാറുണ്ട്. എന്തായാലും അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. താർപ്പാർക്കർ ഒരു ഐശ്വര്യമുള്ള പശുക്കുട്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇയാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇദ്ദേഹം ഞങ്ങളുടെ 3rd ജനറേഷൻ എന്ന് പറയാം. അയ്യോ അവിടെ നിൽക്കണി, 3rd ജനറേഷൻ എന്ന് പറയാം. ആദ്യം ഒരു പശുവിനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നു. കുട്ടിയായിരുന്നു കൊണ്ടുവന്നത്. അത് ഇവിടെ വന്ന് പ്രസവിച്ചു. അതിൻ്റെ കുട്ടിയാണ് ഈ കാണുന്നത്. ചെന പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 വർഷം, അതായത് കറവ തുടങ്ങി പ്രസവിച്ച് ഒരു 9-10 മാസത്തോളം പാല് വരും. പറഞ്ഞാൽ 1 വർഷത്തോളം പാല് വരും. അതേ കൺസിസ്റ്റൻസിയിൽ, അതായത് ഏകദേശം ഒരു 8-10 ലിറ്ററോളം ഒരു 10 മാസത്തോളം തന്ന് എന്നിട്ടേ പിന്നെ അത് ഇതാകത്തുള്ളൂ, ചെന പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ മുന്നേ കുത്തിയിട്ട് കാര്യമില്ല. 3ാമത്തെ പ്രസവത്തിന്റെ കുട്ടിയാണിത്. അപ്പം ഫസ്റ്റിന്റെ 2ാമത്തെ തലമുറ, ഇത് 3ാമത്തെ തലമുറ. 3ാമത്തെ തലമുറയിലെ ഞങ്ങളുടെ അംഗമാണ്. നമ്മൾ അവിടുന്ന് മേടിച്ചതും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിന്റെ കറക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ശരിക്കും സ്ക്രൂട്ടനൈസ് ചെയ്ത് കുറെ എണ്ണത്തിനെ ഒഴിവാക്കി ദ ബെസ്റ്റ് ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണത്തിനെയായിരുന്നു നമ്മൾ നിർത്തിയത്. അപ്പൊ അതിന്റെ ജനറേഷൻ എടുക്കുമ്പോൾ കുത്തിവെക്കുന്നതും എല്ലാം 5 സ്റ്റാർ പ്രീമിയം സ്പേം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അടുത്ത ജനറേഷൻ നല്ല കുട്ടികളെ തന്നെ കിട്ടുന്നത്. നമ്മുടെ ഇത് ഞാൻ ഒരു കാസർഗോഡ് കുള്ളലിന്, ഒരു വെളുത്ത കാസർഗോഡ് കുള്ളലിന് പൂങ്ങന്നൂർ കുത്തിയതാണ്. നല്ല കിണാവാണ്. ഇയാള് ചെനയാണ്. എന്താണെന്ന് നോക്കാം. ഇതൊരു കൃഷ്ണ പശുവാണ്. ഇത് നമ്മുടെ തൊട്ട് വരികയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പശുവാണ്. കറക്കാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം കറവ്, ഒരു 10 മാസത്തോളം നമുക്ക് നല്ല രീതിയിൽ ഒരു 10 ലിറ്ററോളം പാല് ദിവസം തരും. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അതിന്റെ കൊമ്പ് വരുന്ന രീതി, വളഞ്ഞിങ്ങനെ വരും. ഈ പണ്ടിലെ രാജയോ ഒരു നമ്മുടെ കവർ ബുക്കിലൊക്കെ, ഗുജറാത്തിലെ കവർ ബുക്കിലൊക്കെ വന്നൊരു പക്ഷേ അതിന്റെ അതേ കൊമ്പ് പാറ്റേൺ ഒക്കെയായിരുന്നു. അതിന്റെ അമ്പിന്റെ രീതി, കളറ്, എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പശുവാണ്. പിന്നെ നമ്മളവിടെ ഉണ്ടായിരുന്ന ധാരാളം പാല് വരുന്ന, കറക്കാനും എളുപ്പമുള്ള ഫീച്ചേഴ്സ് ഉള്ള അതിന്റെ പശുവിന്റെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ. പിന്നെ കൊമ്പ് നല്ല താഴോട്ടാണ്. അതേ ഒരു പശുവിന്റെ ഒരു കിടാവാണ്. ഇതിപ്പം പ്രസവിച്ച് ഇതിന്റെ ഒരു കുട്ടിയാണ് അവിടെ ആദ്യം ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിന്റെ കുട്ടിയായിരുന്നു. പാല് അത്യാവശ്യം കിട്ടും. എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പാല് കിട്ടിയില്ല ഇത്തവണ. അത് ആദ്യത്തെ പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ താർപ്പാർക്കർ. 5 വർഷമായി
നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല. 5-ാമത്തെ വർഷത്തിലെ കുട്ടിയെ നേരത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പാലാണ്, നല്ല കട്ടിയുള്ള പാലാണ്, ടേസ്റ്റുള്ള പാലാണ്, കറക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ എല്ലാം നോക്കണമെന്ന്. നമുക്ക് കറക്കാൻ, നമ്മൾ പശുവിനെ മേടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് കറക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ കാമ്പ് അടഞ്ഞതാണോ, ചിലപ്പോൾ ഭയങ്കര ചെറുതായി അപ്പൊ ശരിക്കും പവർ എടുത്താലേ കറക്കാൻ കഴിയും. പിന്നെ തൊഴിയുണ്ട്, ഇതിങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു പശുവിനെ സെലക്ട് ചെയ്യാൻ. പിന്നെ ഫീച്ചേഴ്സ്, നമ്മളൊരു ഗിർനയൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള അതിന്റെ നോക്കുമ്പോൾ അതിന്റെ ഇൻസെമിനേഷൻ ചെയ്യുന്ന സ്പേം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു നെക്സ്റ്റ് ജനറേഷൻ നല്ലതിനാണ് കിട്ടുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പശുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടിയാണ്. ഇദ്ദേഹം ഇപ്പം ചെനയായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ കൊമ്പിന്റെ പാറ്റേണൊക്കെ നോക്കും. ഇത്രയും ആ കൊമ്പ് നമ്മൾ താഴോട്ട് വരണമെന്നാണ് പറഞ്ഞത് അല്ലേ. ആ തല നല്ല വിരിഞ്ഞിരിക്കുന്നു, എന്റെ കൊമ്പ് നല്ല താഴോട്ട് വരുന്നു. ഇതിന്റെ കളർ സ്കിൻ പാറ്റേൺ, ഒരു വൈറ്റ് മാർക്ക് വേണമെന്നുണ്ട് ഒരു പശുവിന്, ഒരു വൈറ്റ് മാർക്ക് ശരീരത്തുണ്ട്. അപ്പം അപ്പം എല്ലാം കൊണ്ടും എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിന് ഫീച്ചേഴ്സ് വൈസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പശുക്കളിലൊന്നാണ്. ഇത് നമ്മുടെ ഗിർ തന്നെ. ഇതിന് അത്രയും ഫീച്ചേഴ്സ് ഒന്നുമില്ല, എൻ്റെ കൊമ്പൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷെ എൻ്റെ നല്ല പാല് തരും. ഇപ്പം 5 പ്രസവം കഴിഞ്ഞു, ഇപ്പം 6ാമത്തെ ചെനലിലാണ്, അതോ 5ാമത്തെ ചെനലാണ്. അത്രയും ആയിട്ട് നല്ല പാല് തരുന്ന ഒരു പശു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ അതിന്റെ കളർ പാറ്റേൺ രസമുണ്ടല്ലോ, പിന്നെ ക്ലാവായിട്ട് കൊണ്ടുവന്നേ, അപ്പൊ അതിന്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഈ പശുവിനോടുണ്ട്. വളരെ ചെറിയ പരുവത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇത്രയും ഇപ്പോൾ എത്ര വർഷമായി, 7 വർഷമായിട്ട് ഇവിടെ നിൽക്കില്ലേ, അപ്പം അതിന്റെ ഒരു സ്നേഹം ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പശുക്കളെ കുറിച്ച് പറയാൻ. ഇനിയുണ്ട്, ഇനി ആടുകളുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു പശുവിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.